ഹായ് ഫ്രണ്ട്സ്, വെൽക്കം. ഇന്ന് നമ്മൾ നല്ലൊരു ടേസ്റ്റി രസമാണ് കേട്ടോ തയ്യാറാക്കുന്നത്. ഇതിലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ പുളിയൊന്നും ചേർക്കാതെ നാരങ്ങ വെച്ചിട്ടാണ് ഈ ഒരു രസം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ചുമയോ തൊണ്ടവേദനയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുടിക്കാം. വെറുതെ കുടിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഈ സമയത്ത് പ്രത്യേകിച്ച് നമുക്ക് കുടിക്കാൻ പറ്റിയൊരു രസമാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് പരിപ്പ് വേണം. തുവരം പരിപ്പ് ഒരു 1/4 കപ്പോളം മതിയാവും. ഇതിനെ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് മാറ്റുക. ഇതിലേക്ക് 2 കപ്പ് വെള്ളവും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് 5 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. പരിപ്പ് നല്ലതുപോലെ തന്നെ വെന്ത് കുഴഞ്ഞിരിക്കണം. അപ്പോൾ നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കാം. പിന്നെ ഈ വെള്ളം കളയേണ്ട ആവശ്യമില്ല കേട്ടോ, നമുക്ക് വേണ്ടി വരും. പിന്നെ 1 ടീസ്പൂൺ കുരുമുളകും 1 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഒരുപാടങ്ങ് പൊടിയാക്കണ്ട, കുറച്ച് ഇതുപോലെ തരിതരിപ്പായിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് രസം ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് കടുക് ചേർക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 5 പച്ചമുളക് നടുക്കെ കീറിയതും പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ആയിട്ടൊന്ന് ഇടിച്ചെടുത്തതാണ്. ഇത് രണ്ടും കൂടി നമുക്ക് ചേർക്കാം. ഈ ഒരു രസത്തിലേക്ക് നമ്മൾ വെളുത്തുള്ളി ചേർക്കുന്നില്ല കേട്ടോ. വെളുത്തുള്ളി സാധാരണയായിട്ട് ചേർക്കാറില്ല. അപ്പോൾ ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു വറ്റൽമുളക് ചേർക്കാം. പിന്നെ കുറച്ച് കരിവേപ്പിലയും കൂടി ചേർക്കാം. പച്ചമുളകിൻ്റെ ഒരു ഫ്ലേവർ നന്നായിട്ട് തന്നെ മുന്നിട്ട് നിൽക്കണം. രണ്ടായിട്ട് മുറിക്കേണ്ട ആവശ്യമില്ല, നടുക്കൊന്ന് കീറി കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും അതുപോലെ തന്നെ കുറച്ച് വലിയ പീസ് തന്നെ ചേർക്കാം കേട്ടോ, നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തക്കാളിയാണ് ചേർക്കുന്നത്. 2 വലിയ തക്കാളി ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. തക്കാളി എടുക്കുമ്പോൾ കുറച്ചൊരു പുളിയുള്ള തക്കാളി എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മളിതിലേക്ക് വേറെ പുളിയൊന്നും ചേർക്കുന്നില്ല. നാരങ്ങയുടെ ഒരു പുളി രസം ഉണ്ടാവുള്ളൂ. അപ്പോൾ തക്കാളി എടുക്കുമ്പോൾ കുറച്ച് പുളിയുള്ള തക്കാളി നോക്കിയെടുക്കാം. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി അത്യാവശ്യം ഒന്ന് വെന്ത് വരണം. ഒരുപാടങ്ങ് വെന്ത് കുഴയേണ്ട ആവശ്യമൊന്നുമില്ല. ഏകദേശം ഒരു 3-4 മിനിറ്റ് നേരത്തേക്ക് വഴറ്റിയെടുത്താൽ മതി. തക്കാളിയുടെ പീസസ് ചെറുതായിട്ട് നമുക്കിതുപോലെ കാണാൻ കിട്ടണം. തക്കാളിയും അത്യാവശ്യം നല്ല പാകത്തിന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പരിപ്പ് വേവിച്ചിരിക്കുന്ന വെള്ളം മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് പരിപ്പ് ചേർക്കരുത്, വെള്ളം മാത്രം മുകളിൽ നിന്നും ഇതുപോലെ ചേർത്താൽ മതി. ഇനി ബാക്കിയുള്ള പരിപ്പ് നമുക്ക് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കണം. സ്പൂൺ വെച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്താൽ ശരിക്കും ഉടഞ്ഞ് കിട്ടും. അപ്പോൾ പരിപ്പ് നല്ല രീതിയിൽ വെന്താലേ നമുക്ക് പെട്ടെന്ന് ഇതുപോലെ ഉടച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പരിപ്പ് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കാൻ നോക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു 5 വിസിൽ വെച്ചിട്ടാണ് വേവിച്ചിരിക്കുന്നത്. നിങ്ങൾ സാധാരണ എത്ര വിസിൽ വെച്ചിട്ടാണോ പരിപ്പ് വേവിക്കാറുള്ളത് അതനുസരിച്ച് വേവിച്ചാൽ മതിയാവും. ഇനി ഞാൻ ഉടച്ചു വെച്ചിരിക്കുന്ന പരിപ്പും കൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി ഒരല്പം വെള്ളം കൂടി വേണ്ടി വരും. ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് തീ നന്നായിട്ട് കുറച്ച് വയ്ക്കാം. രസം ഒന്ന് ചൂടായി കിട്ടണം. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചേർക്കാം. അപ്പോൾ ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട, തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇപ്പോൾ അത്യാവശ്യം ഒന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ജീരകത്തിൻ്റെയും കുരുമുളകിൻ്റെയും പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ പെരുങ്കായപ്പൊടിയും കൂടി ചേർക്കാം. ഇനി ഒരല്പം കരിവേപ്പില ചേർക്കാം. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും കൂടി ചേർക്കാം. ഞാനിപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ചേർക്കുന്നില്ല, ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് ചേർക്കണം, നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം തീ കുറച്ച് വെച്ച് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അത്രയേ ഉള്ളൂ, രസം റെഡി ആയിരിക്കും. ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇടേണ്ട ആവശ്യമില്ല, മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. ചെറുതായിട്ടൊരു തിള വരാൻ തുടങ്ങുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ഒരുപാട് തിളയ്ക്കരുത്. ഇതിപ്പോൾ അത്യാവശ്യം ഒന്ന് ചൂടായി തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത്ര തന്നെ മതിയാവും. ഇതിൽ കൂടുതൽ സമയത്ത് നമ്മൾ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് സ്റ്റവ് ഓഫാക്കാവുന്നതാണ്. സ്റ്റവ് ഓഫാക്കിയതിന് ശേഷം വേണം നമ്മളിതിലേക്ക് നാരങ്ങയുടെ നീരും കൂടി ചേർക്കാനായിട്ട്. ചൂടോടെ തന്നെ ചേർക്കരുത്. ഇത് സ്റ്റവ് ഓഫാക്കിയതിന് ശേഷം ഒരു നാരങ്ങയുടെ നീര് ചേർക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു നാരങ്ങയുടെ നീര് ചേർത്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നീട് വേണമെങ്കിൽ നമുക്ക് ഒരു നാരങ്ങയും കൂടി പിഴിഞ്ഞ് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യം ഒരു നാരങ്ങ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ടേസ്റ്റ് ചെയ്തപ്പോൾ കുറച്ചൊരു പുളി കുറവായിരുന്നു. അപ്പോൾ വീണ്ടും ഒരു നാരങ്ങയും കൂടി ചേർത്തിരുന്നു. ഇത് പക്ഷേ ചെറിയ നാരങ്ങ കേട്ടോ എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇത്രയും ചേർക്കേണ്ടി വന്നത്. വലിയ നാരങ്ങയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു നാരങ്ങയുടെ നീര് തന്നെ മതിയാവും. അപ്പോൾ പുളിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരിച്ച് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള രസം റെഡി ആയിട്ടുണ്ട്.
നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ വെറുതെ തന്നെ ഓരോ ഗ്ലാസ്സിലാക്കി നമുക്ക് കുടിക്കാം. അത്രയും ടേസ്റ്റിയാണ്. മാത്രമല്ല നമുക്ക് ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. ചുമയും ജലദോഷമൊക്കെ ഉള്ള സമയത്ത് ഈ ഒരു രസം ഒരു ഗ്ലാസ് നമ്മൾ കുടിച്ചാൽ തന്നെ നല്ലൊരു ആശ്വാസമായിരിക്കും. അപ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം. ഇഷ്ടപ്പെട്ട ലൈക്ക്